നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ്. ഈ ചാപ്റ്ററിൽ അധികമായിട്ടൊന്നും പഠിക്കാനില്ല, കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഫസ്റ്റ് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൻ്റെ പരിണാമമാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ 1940s തൊട്ട് 50s വരെയുള്ളതാണ്. ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്ന വാക്യൂം ട്യൂബ്സ് ആണ്. കമ്പാരിറ്റീവ്ലി വളരെ വലുതും, ഫസ്റ്റ് കമ്പ്യൂട്ടർ വളരെ വലുതും എക്സ്പെൻസീവും ആണ്, അൺറിലയബിളും ആണ്. അവിടെ ദേ യൂസ്ഡ് വാക്യൂം ട്യൂബ്സ് ഫോർ സർക്യൂട്ടറി ആൻഡ് മാഗ്നറ്റിക് ഡ്രംസ് ഫോർ മെമ്മറി. അടുത്തത് സെക്കൻഡ് ജനറേഷൻ 1950s തൊട്ട് 60s വരെയാണ്. ടെക്നോളജി ട്രാൻസിറ്റേഴ്സ് ആണ്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ജനറേഷനെക്കാട്ടി കുറച്ചുകൂടെ സ്മോളറും കുറച്ചുകൂടെ റിലയബിളും മോർ എനർജി എഫിഷ്യൻറ്റുമാണ്. അടുത്തത് വരുന്നത് തേർഡ് ജനറേഷൻ 60s തൊട്ട് 60s തൊട്ട് 70s വരെയുള്ളത്. ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. സെക്കൻഡ് ജനറേഷനെക്കാട്ടി ഇവൻ സ്മോളർ ആണ്, ഫാസ്റ്റർ ആണ്, മോർ റിലയബിൾ ആണ് ഡ്യൂ ടു ദ യൂസ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സും. അടുത്തത് ഫോർത്ത് ജനറേഷൻ 1970s തൊട്ട് 1990s വരെ. തേർഡ് ജനറേഷനെക്കാട്ടി കുറച്ചുകൂടെ ചെറുതുമാണ്. ഇവിടെ ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. മൈക്രോ പ്രോസസ്സറിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് നിർമ്മിച്ചു തുടങ്ങി. പിന്നെ കുറച്ചുകൂടെ സ്മോളറാണ്, ചീപ്പറാണ്, മോർ ആക്സസിബിൾ ആണ്. ഫിഫ്ത്ത് ജനറേഷൻ 1990s തൊട്ട് പ്രസൻറ്റ് വരെയുള്ള കമ്പ്യൂട്ടേഴ്സാണ്. അവിടെ ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ആൻഡ് അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസ്സേഴ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് These computers are characterized by their ability to process, analyze large amount of data and perform complex computations. വളരെ സങ്കീർണമായ ഡാറ്റാസ് അനലൈസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും, അതുപോലെ ലാർജ് എമൗണ്ടിലുള്ള ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യാനും, അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷന് പെർഫോം ചെയ്യാനും ഇതിനെ കൊണ്ട് സാധിക്കുന്നു. നെറ്റ്വർക്കിങ്ങും ഇൻ്റർനെറ്റും വന്നതോടുകൂടി, ഡെവലപ്മെൻറ്റിൻ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് വന്നതോടുകൂടി വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മോഡേൺ PCs, സ്മാർട്ട് ഫോൺസ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, IBM's വാട്സൺ. അടുത്ത സിക്സ്ത് ജനറേഷൻ എമർജിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. ടെക്നോളജി സിക്സ്ത് ജനറേഷൻ എമർജിങ് ആയിട്ടുള്ളതാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഓരോ ബേസിസിൽ ഓൺ ദ ബേസ് ഓഫ് പർപ്പസിൽ രണ്ടായിട്ടാണ്, ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ്. ജനറൽ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വൈഡ് റേഞ്ചിലുള്ള ടാസ്കും അതുപോലെ വാരിയസ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നതിനുമാണ്, പെർഫോം ചെയ്യുന്നതിനുമാണ് ജനറൽ പർപ്പസ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്സ്. സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. എക്സാമ്പിൾ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഉള്ളതും, അതുപോലെ എന്താ പറയുക, അപ്ലയൻസിലൊക്കെ എംപ്ലോയ് ചെയ്തിട്ടുള്ള സിസ്റ്റംസും, അതുപോലെ കാൽക്കുലേറ്റേഴ്സ്, അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൺ ദ ബേസ് ഓഫ് സൈസ് ആൻഡ് കപ്പാസിറ്റി, മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, സ്മോളർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ. ചെറുതാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സാണ്, ഇൻഡിവിജ്വൽസിനും അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സിനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ്. അതിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡെസ്ക്ടോപ്സ്, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്. അടുത്ത മിനി കമ്പ്യൂട്ടേഴ്സ്, മിഡ് സൈസ് സിസ്റ്റമാണ്. ഒരിക്കലത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ മീഡിയം സൈസ്ഡ് ബിസിനസ്സിനൊക്കെ ടാസ്കും ഡാറ്റാസൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി മീഡിയം സൈസ് ബിസിനസ്സുകാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു. പക്ഷേ അതിപ്പോൾ റീപ്ലേസ്ഡ് ബൈ മോർ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ്. കുറച്ചുകൂടെ പവർഫുള്ളായ കമ്പ്യൂട്ടേഴ്സ് അതിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അടുത്തത് മെയിൻ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആൻഡ് പവർഫുൾ സിസ്റ്റം യൂസ്ഡ് ബൈ ലാർജ് ഓർഗനൈസേഷൻ ആൻഡ് ബൾക്ക് ഡാറ്റ പ്രോസസ്സിംഗ്. കുറച്ചുകൂടെ വലിയ ഓർഗനൈസേഷനിലൊക്കെ ബൾക്ക് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ളതാണ് മിനി ഫ്രെയിംസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ പവർഫുള്ളും കൂടിയാണിത്. അടുത്ത സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് extremely powerful machine designed for complex computation simulations. They used in significant research and weather forecasting and complex modeling. Super computers എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി പവർഫുൾ ആയതാണ്, മെഷീൻ ഡിസൈൻഡ് ആണ്, ഫോർ കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻസിന് വേണ്ടിയുള്ളതാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷന് കുറച്ചുകൂടി സങ്കീർണമായ കമ്പ്യൂട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്
സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയെന്ന് വെച്ചാൽ സയൻറ്റിഫിക് റിസർച്ചിലും വെതർ ഫോർകാസ്റ്റിങ്ങിലും ആൻഡ് കോംപ്ലക്സ് മോഡലിങ്ങിനാണ്. അടുത്തത് ഓൺ ദ ബേസ് ഓഫ് ഡാറ്റ ഹാൻഡ്ലിംഗ് ഓർ ടെക്നോളജി യൂസ്ഡ്. അനലോഗ് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അനലോഗ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അത് രണ്ടും ഒരുപോലെ ഉപയോഗപ്പെടുന്ന സ്ഥലങ്ങളിൽ വേണ്ടി ഉള്ളതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് അതിൻ്റെ ഫിസിക്കൽ കോമ്പോണൻസ് ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ കോമ്പോണൻസിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? CPU, ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. ഹാൻഡ്ലിംഗ് ഡാറ്റ പ്രോസസ്സിംഗ്. മെമ്മറി, റാം, റോം. ടെമ്പററി സ്റ്റോറേജ്, ആക്റ്റീവ് ടാസ്ക് റാമിലും. റോം എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്റ്റോറേജ് ഫോർ സിസ്റ്റം ഇൻസ്ട്രക്ഷൻസ്. അടുത്തത് സ്റ്റോറേജ് ഡിവൈസ്, HDDs, ട്രഡീഷണൽ ഡിസ്ക് ബേസ്ഡ് സ്റ്റോറേജ്. SSDs, ഫാസ്റ്റ് ഫ്ലാഷ് ബേസ്ഡ് സ്റ്റോറേജ്. ഇൻപുട്ട് ഡിവൈസ്, ടൂൾ ലൈക്ക് കീബോർഡ്സ്, മൈസ് യൂസ്ഡ് ഇൻ ഇൻപുട്ട് ഡാറ്റ. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഡിവൈസ് ലൈക്ക് മോണിറ്റേഴ്സ്, പ്രിൻറ്റേഴ്സ് ദ ഡിസ്പ്ലേ റിസൾട്ട്സ്. മദർ ബോർഡ്, ദ മെയിൻ സർക്യൂട്ട്സ് ബോർഡ് കണക്റ്റിംഗ് ഓൾ കോമ്പോണൻറ്റ്സ്. പവർ സപ്ലൈ യൂണിറ്റ്, PSU, പ്രൊവൈഡ് ഇലക്ട്രിക്കൽ പവർ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടേഴ്സിന് ഇലക്ട്രിക് പവർ പ്രൊവൈഡ് ചെയ്യുന്നത് PSU ആണ്. അടുത്തത് കൂളിംഗ് സിസ്റ്റം, ഫാൻ ആൻഡ് ഹീറ്റ് സിങ്ക് ടു മാനേജ് ഹീറ്റ്. അപ്പോൾ ഹാർഡ്വെയറിൻ്റെ കോമ്പോണൻറ്റ്സ് ആണ് ഈ പറഞ്ഞതൊക്കെ. അടുത്തത് സോഫ്റ്റ്വെയർ, ടു കളക്ഷൻ ഓഫ്, ഇതൊരു കൂട്ടമായിട്ടുള്ള പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും ഡോക്യുമെൻറ്റേഷൻസും ഒക്കെയാണ്. അത് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ട് ചെയ്യാണ്, എങ്ങനെ പെർഫോം ചെയ്യണമെന്നില്ല ഇൻസ്ട്രക്ട് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ളതാണ്, നമുക്ക് തൊടാനൊക്കെ പറ്റുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ നമുക്ക് ഒരിക്കലും തൊടാൻ പറ്റില്ല, അതൊരു ഡിജിറ്റൽ ഇൻസ്ട്രക്ഷൻ ആണ്. ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് ആൻഡ് കൺട്രോൾസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യും കൺട്രോൾ ചെയ്യും ചെയ്യുന്നത് പോലെ. പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം, ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാൻ റണ്ണിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, മാക്OS ഒക്കെയാണ്. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന പർപ്പസ് ഓഫ് ഡിസൈൻ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ഫോർ ആപ്ലിക്കേഷൻ ഫോർ യൂസേഴ്സ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പെർഫോം യൂസേഴ്സിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം, ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ടാസ്കോ റൺ ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. എക്സാമ്പിൾ വേർഡ് പ്രോസസ്സർ, മൈക്രോസോഫ്റ്റ് സ്പ്രെഡ്ഷീറ്റ്, എക്സൽ, വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വരുന്ന അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഇൻറ്റാഞ്ചിബിലിറ്റി, ഹാർഡ്വെയർ നമുക്ക് തൊടാൻ പറ്റും, പക്ഷേ സോഫ്റ്റ്വെയർ നമുക്ക് ഒരിക്കലും ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സ് വിവിധ മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് ആൻഡ് ഫിനാൻസിൽ വരുന്നത് അക്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ബുക്ക് കീപ്പിംഗ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് യൂസിങ് സോഫ്റ്റ്വെയർ ലൈക്ക് ക്വിക്ക് ബുക്ക്, സാപ്പ്. അതുപോലെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ടാലി പ്രൈം. ഇതൊക്കെ ഉപയോഗിക്കുന്നത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സിന് വേണ്ടി, അക്കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്തത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അതുപോലെ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി, കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി അതിന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇ-കൊമേഴ്സ്, ഫെസിലിറ്റിംഗ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആൻഡ് മാനേജിങ് ഡിജിറ്റൽ സ്റ്റോർ ഫ്രണ്ട്സ് ത്രൂ പ്ലാറ്റ്ഫോം ലൈക്ക് ഷോപ്പിഫൈ ആൻഡ് ആമസോൺ. അതിനൊരു എക്സാമ്പിൾ കൊടുത്താണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെയുള്ളത് ഇ-കൊമേഴ്സ് വരുന്നതാണ്. അടുത്ത ഹെൽത്ത് കെയറിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, EHR എന്ന് പറയുന്നത് സ്റ്റോറിങ് മാനേജിങ് പേഷ്യൻസ് ഇൻഫർമേഷൻ ഡിജിറ്റലി. പേഷ്യൻസിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ മെഡിക്കൽ ഇമാജിനിങ് അനലൈസ്, എക്സ്റേസ്, MRI, CT സ്കാന്, അതുപോലെ ടെലിമെഡിസിൻസ്, ഫാർമാക്യൂട്ടിക്കൽ റിസർച്ച്. അതുപോലെ എഡ്യൂക്കേഷനിൽ വരുന്നത്
ലേണിംഗ്, എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസ്, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഓൺലൈനിലൊക്കെ ട്യൂഷനൊക്കെ എടുക്കുന്നതൊക്കെയാണ് ഇത് വരുന്നത്. അടുത്തത് സയൻസ് ആൻഡ് റിസർച്ചിൽ വരുന്നത് ഡാറ്റ അനലൈസിസ് ആൻഡ് മോഡലിംഗ്, സയൻറ്റിഫിക് സിമുലേഷൻസ്. അടുത്ത് എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിങ് വരുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കാർഡ്, അതുപോലെ മാനുഫാക്ചറിങ് ഓട്ടോമേഷൻസ്, സിമുലേഷൻ മോഡലിംഗ്. എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ ഡിജിറ്റൽ കണ്ടൻറ് ക്രിയേഷൻ, അതുപോലെ വീഡിയോ ഗെയിംസ്, സ്ട്രീമിംഗ് സർവീസസ്. ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സിൽ വരുന്നത് നാവിഗേഷൻ സിസ്റ്റം, GPS ഒക്കെ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അടുത്തത് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സർവീസിൽ വരുന്ന ഗവൺമെൻറ് സർവീസസ്, പബ്ലിക് സേഫ്റ്റി, അർബൻ പ്ലാനിങ്, ഇതൊക്കെയാണ്. അഗ്രികൾച്ചറിൽ പ്രിസിഷൻ ഫാമിങ്, ഫാം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിൽ ക്ലൈമറ്റ് മോഡലിംഗ്, വൈൽഡ് ലൈഫ് ട്രാക്കിങ്. അടുത്തത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് കമ്പ്യൂട്ടേഴ്സ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്പീഡ്, ആക്യുറസി, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, ഓട്ടോമേഷൻ, കണക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി. അടുത്തത് ഡാറ്റ അനലൈസിസ്, എഡ്യൂക്കേഷൻ ടൂൾസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി. നമ്മൾ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് അതിന് ഡിപ്പെൻഡ് ചെയ്താൽ എന്തെങ്കിലും മാനുഫാക്ചറിങ്സ് വരികയോ സിസ്റ്റം ഫെയിൽ ആവുകയോ ചെയ്താൽ അതിൽ നമുക്കൊരു അതിൽ മോർ ഡിപ്പെൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അതിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കാൻ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പം ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി, അതുപോലെ സെക്യൂരിറ്റി റിസ്ക്, ഹെൽത്ത് കൺസേൺ. ഒരുപാട് നേരം നമ്മൾ എന്താ പറയുക മോണിറ്ററിംഗ് മുമ്പിൽ തന്നെ ഇരിക്കുമ്പോൾ ഫിസിക്കൽ ഇഷ്യൂസ് വരാം, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാം, കോസ്റ്റ്, കോംപ്ലക്സിറ്റി, സോഷ്യൽ ഇമ്പാക്റ്റ്. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത്. ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടൊന്നുമില്ല, ജസ്റ്റ് വായിച്ച് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.